ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് കുറച്ച് പോർഷൻസ് കൂടി പറയാനുണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്രം ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ലോ പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുന്നു. ഈ ഹൈഡ്രജൻ ഗ്യാസിൽ കൂടി എന്ത് കടത്തിവിടുന്നു? ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിടുന്നു. ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിടുമ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾസ് വിഘടിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് മാറുന്നു. ഈ ആറ്റങ്ങൾ ഈ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ എനർജി സ്വീകരിച്ചുകൊണ്ട് ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. അങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഹയർ ലെവലിലെത്തുമ്പോൾ, അതായത് ഉയർന്ന ഊർജ്ജനിലയിലെത്തുമ്പോൾ, ഉയർന്ന ഓർബിറ്റലുകളിലെത്തുമ്പോൾ അവിടെ അതിന് അൺസ്റ്റെബിലിറ്റിയാണ്, സ്ഥിരതയില്ല. സ്ഥിരതയില്ലാത്ത ഈ ഇലക്ട്രോണുകൾ വീണ്ടും തിരിച്ച് താഴ്ന്ന ഊർജ്ജനിലയിലേക്ക് താഴ്ന്ന ഓർബിറ്റലുകളിലേക്ക് തിരികെ എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ തിരികെ വരുമ്പോൾ അതിൽ നിന്നും, ആ ഇലക്ട്രോണിൽ നിന്നും ഊർജം പുറത്തേക്ക് പ്രവഹിക്കുന്നു, എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന എനർജിയാണ് റേഡിയേഷൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. ഈ റേഡിയേഷനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ പല തരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ടെന്ന് കണ്ടു. ഓരോ സയൻറ്റിസ്റ്റ് ഈ റേഡിയേഷനെ കണ്ടുപിടിച്ചതുകൊണ്ട് ഓരോ റേഡിയേഷനും ആ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് ആ റേഡിയേഷൻ അറിയപ്പെടുന്നത്. അപ്പം ആദ്യത്തെ റേഡിയേഷൻ എന്ന് പറയുന്നത് ലൈമാൻ സീരീസ് എന്ന് പറയും. ലൈമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞു, ഇലക്ട്രോണുകൾ, ഒരുപാട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ആ വാതകത്തിനുള്ളിലുണ്ട്. ഈ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എല്ലാം ഇലക്ട്രോണുകൾ എവിടെയായിരിക്കുന്നത്? ഫസ്റ്റ് ഷെല്ലിലായിരിക്കുന്നത്. ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഈ ഇലക്ട്രോണുകൾ, ഇവിടെ എല്ലാം ഷെല്ലുകളുണ്ട്, ഇലക്ട്രോണുകൾ ഇല്ലെന്നേ ഉള്ളൂ, ഷെല്ലുകൾ ഇവിടെയെല്ലാം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ഊർജം സ്വീകരിച്ച് ഹയർ എനർജി ലെവൽ, അതിന് എത്രയാണോ ഊർജ്ജം അത്രയും ഉയർന്ന നിലയിലേക്ക് ഇതെന്ത് ചെയ്യുന്നു? ഒന്നുകിൽ അതിവിടെ വരാം, അല്ലെങ്കിൽ അതിവിടെ വരാം, അല്ലെങ്കിൽ അടുത്ത ഓർബിറ്റിലേക്ക് അതെന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ഇലക്ട്രോണുകളുണ്ട്. ഓരോ ഇലക്ട്രോണുകളും പല ഓർബിറ്റുകളിലേക്കായിരിക്കും എക്സൈറ്റ് ചെയ്യുന്നത്. അപ്പം ഉയർന്ന ഇവിടെ ഇരിക്കേണ്ട ഇലക്ട്രോൺ ആയിരുന്ന എനർജി സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടേക്ക് പോയത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് എന്തില്ല? സ്ഥിരതയില്ല. ഇതെന്ത് ചെയ്യും? താഴേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യുന്നു. അങ്ങനെ താഴേക്ക് വീണ്ടും ജമ്പ് ചെയ്യുന്നു. അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോണിൽ നിന്ന് കുറച്ച് ഊർജ്ജം എന്ത് ചെയ്യുന്നു? പ്രവഹിക്കുന്നു. ആ ഊർജ്ജമാണ് ലൈമാൻ സീരീസ്. അപ്പോൾ ഇത് ഹയർ ഊർജ്ജനിലയിലെത്തിയ ഹയർ ഓർബിറ്റുകളിലെത്തിയ ഇലക്ട്രോണുകൾ തിരികെ വരുന്നത് പല ഓർബിറ്റലുകളിലും എത്തും. ഒന്നാമത്തേതിലോ രണ്ടാമത്തേലോ മൂന്നാമത്തേലോ നാലാമത്തേലോ ഏത് ഓർബിറ്റിൽ വേണമെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിന് ജമ്പ് ചെയ്യാം. പക്ഷെ അത് തിരികെ വരുമ്പോൾ അതെവിടെയാണോ ഇരുന്ന ആ ഓർബിറ്റിൽ മാത്രമേ എത്താൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഓർബിറ്റിലേക്കാണ്, അതായത് ഈ വരയെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓർബിറ്റാണ്. ഇത് ഫസ്റ്റ് ഓർബിറ്റാണ്, ഇത് സെക്കൻഡ് ഓർബിറ്റാണ്, ഇത് തേർഡ് ഓർബിറ്റാണ്, ഇത് ഫോർത്ത് ഓർബിറ്റാണ്, ഇത് ഫിഫ്ത്ത് ഓർബിറ്റാണ്, ഇത് സിക്സ്ത്ത്. അപ്പോൾ ഓരോ ഓറ്റത്തിലെയും ഇലക്ട്രോണുകൾ ഹയർ ഊർജ്ജ നിലയിലേക്ക്, ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4ാമത്തെ ഷെൽ, 5ാമത്തെ ഷെൽ, ഏത് ഷെല്ലിലേക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യുന്നു. അവിടെ അൺസ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് അത് ആ ഓരോ ഊർജ്ജ നിലയിൽ, ഓരോ ഓർബിറ്റിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു? തിരികെ താഴേക്ക് എത്തുന്നു. താഴേക്ക് എത്തുന്നത് എവിടെയാണ് എത്തുന്നത്? അത് എവിടെ നിന്നാണോ എക്സൈറ്റ് ചെയ്തത്? എവിടെ നിന്ന് ഇത് എക്സൈറ്റ് ചെയ്ത്? ഫസ്റ്റ് ഷെല്ലിൽ നിന്ന് എക്സൈറ്റ് ചെയ്തതുകൊണ്ട് ഇത് തിരികെ എവിടെ വരുന്നു? ഫസ്റ്റ് ഷെല്ലിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ ഇലക്ട്രോണിൽ നിന്ന് എന്ത് പുറത്തേക്ക് പ്രവഹിക്കുന്നു? റേഡിയേഷൻ പുറത്തേക്ക് പ്രവഹിക്കുന്നു. ആ റേഡിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈമാൻ സീരീസ്. അതായത് N1 എങ്ങനെയാണ്?
N1 is equal to എന്താണ് 1 ആണ്. N2 is equal to ഏതൊക്കെയാവാം 2 ആവാം 3 ആവാം 4 ആവാം 5 ആവാം എക്സെട്ര. അതായത് N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഷെല്ലാണ്. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്, ഫോർത്ത് ഷെല്ല് അങ്ങനെ പോകുന്നു. അതായത് രണ്ടിലിരിക്കുന്ന ഇലക്ട്രോണോ മൂന്നിലിരിക്കുന്ന ഇലക്ട്രോണോ നാലാമത്തെ ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോണോ തിരികെ വരുമ്പോൾ എവിടെയാണ് എത്തുന്നത്? ഫസ്റ്റ് ഷെല്ലിലാണ് എത്തുന്നതെങ്കിൽ ആ ഇലക്ട്രോണിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന റേഡിയേഷനെ വിളിക്കുന്ന പേരാണ് ലൈമാൻ സീരീസ്. ഓക്കെ, ഇനി ഇതേപോലെ ഇലക്ട്രോണുകൾസ് എവിടേക്ക് പോയി? ഹയർ. ഒരുപാട് കോടിക്കണക്കിന് ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകളെല്ലാം ഹയർ ഊർജ്ജ നിലയിലേക്ക്, ഹയർ ഷെല്ലിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് വരും. തിരിച്ച് ചാടുമ്പോൾ അവിടുത്തെ അൺസ്റ്റെബിലിറ്റി കാരണം അതെന്ത് ചെയ്യും? തിരികെ എക്സൈറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഷെല്ലിലാണ് കുറേ ഇലക്ട്രോണുകൾ സെക്കൻഡ് ഷെല്ലിലെത്തും. ആ സെക്കൻഡ് ഷെല്ലിൽ എത്തുന്ന സമയത്ത് ഇതിൽ നിന്ന് റേഡിയേഷൻസ് പുറപ്പെടുവിക്കും. ആ റേഡിയേഷൻസിനെ വിളിക്കുന്ന പേരാണ് ബാമാർ സീരീസ്. അപ്പോൾ N=2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാമർ സീരീസിൽ N1 എന്ന് പറയുന്നത് എത്രയാണ്? 2ഉം N2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3, 4, 5 എക്സെട്ര. അതായത് മൂന്നാമത്തെ ഷെല്ലിൽ നിന്നോ നാലാമത്തെ ഷെല്ലിൽ നിന്നോ അഞ്ചാമത്തെ ഷെല്ലിൽ നിന്നോ ഏത് ഷെല്ലിലേക്കാണ് ഇലക്ട്രോണുകൾ ജമ്പ് ചെയ്യുന്നത്? സെക്കൻഡ് ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ ജമ്പ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പ്രവഹിക്കുന്ന റേഡിയേഷനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? ബാമർ സീരീസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തേതാണ് പറയാൻ പോകുന്നത്. മൂന്നാമത്തത് എവിടെ നിന്നാണ്? ഹയർ ഓർബിറ്റിൽ നിന്നും തേർഡ് ഷെല്ലിലേക്ക് ഇലക്ട്രോണുകളെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പ്രവഹിക്കുന്ന റേഡിയേഷനെ വിളിക്കുന്ന പേരാണ് പാഷൻ സീരീസ്. അപ്പോൾ പാഷൻ സീരീസിൻ്റെ N1 എത്രയാണ്? 3ഉം N2 എത്രയാണ്? 4, 5, 6 എക്സെട്ര. ഓക്കെ, N2 = 4, 5, 6 എക്സെട്ര. ഇനി അടുത്തതാണ് ബ്രാക്കറ്റ് സീരീസ്. ഒരു ബ്രാക്കറ്റ് സീരീസ് ആണെങ്കിൽ ആ റേഡിയേഷൻ, ബ്രാക്കറ്റ് സീരീസിലുള്ള റേഡിയേഷൻ എങ്ങനെ വരുമ്പോഴാണ് പുറപ്പെടുവിക്കുന്നത്? ഹയർ എനർജി ലെവലിൽ നിന്നും ഹയർ ഷെല്ലിൽ നിന്നും എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ്? ഫോർത്ത് ഷെല്ലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പുറപ്പെടുവിക്കുന്ന റേഡിയേഷനെ വിളിക്കുന്ന പേരാണ് ബ്രാക്കറ്റ് സീരീസ്. ഇനി ഫിഫ്ത്ത്, അപ്പോൾ ഇവിടുത്തെ N1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 4, N2 = 5, 6, 7, 8 അങ്ങനെ പോകുന്നു. അടുത്തതാണ് ഫുൺ സീരീസ്. ഫുൺ സീരീസിൽ N1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5ഉം N2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? N2 എന്ന് പറയുന്നത് 6, 7. ഈ ലാസ്റ്റ് ഒരു സീരീസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ പുസ്തകത്തിനകത്തിലില്ല. അതാണ് ഹംഫ്രി സീരീസ്. ഹംഫ്രി സീരീസിൽ ഏത് ഷെല്ലിലേക്കാണ് ഇലക്ട്രോണുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത്? 6th ഷെല്ലിലേക്കാണ്. അതുകൊണ്ട് N1 എന്ന് പറയുന്നത് 6ഉം N2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 7, 8, 9 അങ്ങനെ പോകുന്നു. ഇനി ഈ റേഡിയേഷൻസ്, അതായത് ഏതൊക്കെ റേഡിയേഷൻസ് ആണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കാണപ്പെടുന്നത്? ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫുൺ സീരീസ്. ഹംഫ്രി സീരീസും ഉണ്ട്. നിങ്ങൾക്ക് ഫുൺ സീരീസ് വരെ ഉള്ളത് കൊണ്ട് ഞാൻ അത്രയുമാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ലൈമൻ സീരീസ് ഏത് റീജിയനിലാണ് ലൈമൻ സീരീസ് കാണപ്പെടുന്നത്? ലൈമൻ സീരീസ് ഏത് റേഡിയേഷൻ്റെ വേവ് ലെങ്തിലാണ് കാണപ്പെടുന്നത്? അൾട്രാ വയലറ്റ് റീജിയനിൽ കാണപ്പെടുന്ന റേഡിയേഷനാണ് എന്ത്? ലൈമൻ സീരീസ്. ബാമർ സീരീസ് വിസിബിൾ റീജിയനിൽ കാണപ്പെടുന്നതാണ്. പാഷൻ, ബ്രാക്കറ്റ്, ഫുൺ സീരീസ് എന്ന് പറയുന്നത് ഏത് റീജിയനിലാണ് കാണപ്പെടുന്നത്? IR റീജിയൻ്റെ റേഡിയേഷൻ്റെ വേവ് ലെങ്തിൻ്റെ റേഞ്ചിലാണ് ഈ 3 റേഡിയേഷൻസും കാണപ്പെടുന്നത്. മറ്റേത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ വാട്ട് ആർ ദ 5 സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം? ലൈമൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫുൺ സീരീസ്. അവിടുത്തെ N1 = 1, ലൈമൻ ആണെങ്കിൽ N1 = 1, N2 = 2, 3, 4 എക്സെട്ര. സ്പെക്ട്രൽ റീജിയൻ ഏതാണ്? അൾട്രാ വയലറ്റ്. ഇനി ബാമർ ആണെങ്കിൽ N1 = 2 ആണ്, N2 = 3, 4, 5 എക്സെട്ര. സ്പെക്ട്രൽ റീജിയൻ വിസിബിൾ. പാഷൻ ആണെങ്കിൽ N1 = 3, N2 = 4, 5 എക്സെട്ര. സ്പെക്ട്രൽ റീജിയൻ ഇൻഫ്രാറെഡ്. ബ്രാക്കറ്റ് ആണെങ്കിൽ 4 ആണ്, N2 എന്ന് പറയുമ്പോൾ 5, 6 എക്സെട്ര. സ്പെക്ട്രൽ റീജിയൻ ഇൻഫ്രാറെഡ്. ഫുൺ സീരീസ് ആണെങ്കിൽ N1 = 5, N2 = 6, 7, 8 എക്സെട്ര. സ്പെക്ട്രൽ റീജിയൻ ഏതാണ്? ഇൻഫ്രാറെഡ് റീജിയൻ. ഇനി
റിഡ്ബർഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് 1890 മോർ ജനറൽ ഫോർമുല ഫോർ ദി വേവ് നമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് വിച്ച് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ 5 സീരീസ് ഓഫ് ദ ഹൈഡ്രജൻ സ്പെക്ട്രം. ഈ 5 സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ വരുന്ന വേവ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി റിഡ്ബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. എന്താണ് ആ ഇക്വേഷൻ? 1/λ is equal to nu bar into RH into 1/n1 square minus 1/n2 square, where n1 and n2 are the integers. n1ഉം n2ഉം എന്താണ്? integers ആണ്, such that n2 is greater than n1. ഇനി RH എന്ന് പറയുന്നത് എന്താണ്? റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. RHൻ്റെ വാല്യൂ എത്രയാ? 109,677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പം ന്യൂ ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/λ is equal to nu bar is equal to RH into 1/n1 square minus 1/n2 square. ഇനി ഹൈഡ്രജൻ സ്പെക്ട്രം പഠിച്ചതിന് ശേഷം ഇതിൽ നിന്നും ബോർ മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്നു. നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1990 ബോർ മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്നു. എന്താണ് ബോർ മോഡൽ ഓഫ് ആറ്റം പറയുന്നത്? ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ബോർ മോഡൽ ഓഫ് ആറ്റം പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ് or stationary state or energy levels. These energy levels are numbered as 1, 2, 3, etc. or as K, L, M, N, etc. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും, ഇതാണ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സഡായ സർക്കുലർ പാത്തിൽ കൂടി കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സർക്കുലർ പാത്തിന് പറയുന്ന പേരാണ് എന്ത്? ഓർബിറ്റ്. ഇനി ഫസ്റ്റ് ഷെല്ല് ഇനി നമ്പർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഷെല്ലിനെ 1, രണ്ടാമത്തെ ഷെല്ല് 3, 2, പിന്നെ 3, അങ്ങനെ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും? കെ ഷെല്ലെന്ന് വിളിക്കും. സെക്കൻഡ് ഷെല്ലിനെ എൽ എന്ന് വിളിക്കും. തേർഡ് ഷെല്ലിനെ എന്ത് വിളിക്കുന്നു? എം എന്ന് വിളിക്കുന്നു. അങ്ങനെ പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താ? The electrons are revolve around the nucleus in a fixed circular path called orbits or stationary states or energy levels. These energy levels are numbered as 1, 2, 3, etc. or as K, L, M, N, etc. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നു each orbit is associated with a definite amount of energy. As the value of n increases, the size and energy also increases. അതായത് ഈ ഒരു ഫിക്സഡ് ഓർബിറ്റിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന് എന്താണ്? ഈ ഓർബിറ്റിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈച്ച് ഓർബിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്, ഓരോ ഓർബിറ്റിനും എന്തുണ്ട്? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എനർജിയും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിനായിരിക്കും എനർജി കുറവ്, സെക്കൻഡ് ഷെല്ല് വരുമ്പോൾ കുറച്ചുകൂടെ എനർജി, തേർഡ് ഷെല്ല് വരുമ്പോൾ 1, 2, 3 അങ്ങനെ ഇതിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എനർജി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അടുത്തത് as long as an electron remains in a particular orbit it does not lose or gain energy. ഇവിടെ ഒരു ഓർബിറ്റിൽ കൂടി കറങ്ങിക്കൊണ്ട് ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എനർജി നഷ്ടമാവുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അത് വേറെ എനർജിയെ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം നമ്മൾ റുദർഫോർഡ് മോഡലിനകത്ത് പറഞ്ഞത് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എനർജി നഷ്ടമായി അവസാനം വന്ന് ന്യൂക്ലിയസിൽ വന്ന് പതിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ബോർ മോഡൽ പറയുന്നത് as long as an electron remains in a particular orbit, ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടി ഒരു ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ലോസ് ഓർ ഗെയിൻ എനർജി, ഇത് എനർജി ലോസ് ചെയ്യുകയില്ല, ഗെയിൻ ചെയ്യുകയും ഇല്ല. അടുത്തത് ഇലക്ട്രോൺ റിവോൾവ്സ് അറൗണ്ട് ഇൻ ടു ദ ന്യൂക്ലിയസ് ഇൻ എ ക്വാണ്ടൈസ്ഡ് ഓർബിറ്റ്, ദറ്റ് ഈസ് ആംഗുലർ മൊമെൻറ്റം. അതായത് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഒരു ഓർബിറ്റിൽ കൂടി ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു ആംഗുലർ മൊമെൻറ്റം ഉണ്ട്. ആംഗുലർ മൊമെൻറ്റത്തിന് MVR is equal to NH/2π എന്ന് പറയുന്നു. where m is the mass of electron, v is the velocity of electron, r is the radius of orbit, n is the number of shell, h is Planck's constant.
അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു MVR ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? NH/2π എന്ന് പറയുന്നു. അടുത്തത് 5th വൺ. Energy is emitted or absorbed by an atom only when an electron moves from one orbit to another. The amount of energy emitted or absorbed is given by the difference of energies of the two levels concerned. അതായത് എന്താണ്? when an electron, ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഇതിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ എനർജി നഷ്ടപ്പെടുന്നില്ല. അതേസമയം ഈ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് എക്സൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രോൺ എന്ത് സ്വീകരിക്കണം? എനർജി സ്വീകരിക്കണം. ഹയർ ലെവലിലേക്ക് ഇലക്ട്രോൺ പോകണമെന്നുണ്ടെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യണം. ഹയർ ലെവലിൽ നിന്ന് ഇലക്ട്രോൺ ലോവർ ലെവലിലേക്ക് വരുമ്പോൾ എനർജി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടുത്തെ എനർജിയെ E1 എന്ന് വിളിക്കുന്നു, ഇവിടുത്തെ എനർജിയെ നമ്മൾ E2 എന്ന് വിളിക്കുന്നു. ഇത് തമ്മിലുള്ള എനർജി വ്യത്യാസം, എത്രമാത്രം എനർജി പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നു അല്ലെ എത്രമാത്രം എനർജി വാങ്ങിക്കുന്നു എന്നുള്ളതിനെ നമുക്ക് ΔE എന്ന് വിളിക്കാം. ΔE ഈസ് ഈക്വൽ ടു E2 - E1 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതേ മൈനസ് ഇവിടുത്തെ എനർജി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര എനർജി പുറത്തേക്ക് പ്രവഹിച്ചു അല്ലെങ്കിൽ എത്ര എനർജി അബ്സോർബ് ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് നോട്ട് ബൈ ആൻ ആറ്റം only when an electron moves from one orbit to another. The amount of energy emitted or absorbed is given by the difference of energies of the two energy levels concerned. That is delta E is equal to E2 - E1. അതായത് എനർജിയാണ്, അതുകൊണ്ട് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. H nu is equal to delta E by H, അതായത് E2 - E1/H. ഇനി അടുത്തത് ദ റേഡിയസ് ഓഫ് ഓർബിറ്റ് ക്യാൻ ബി ഗിവൺ ബൈ ദ ഇക്വേഷൻ. അതായത് ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് Rn is equal to A0n², where R is the radius of nth orbit. A0 എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. A0യുടെ വാല്യൂ എത്രയാണ്? 52.9 പൈക്കോമീറ്റർ. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. N ഈസ് ദി നമ്പർ ഓഫ് ഷെൽ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഓരോ ഷെല്ലിൻ്റെയും റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Thus the radius of the first stationary state is 52.9 pm. അതായത് ആദ്യത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് എന്തായിരിക്കും? 52.9 ആണ്. കാരണം എന്തുകൊണ്ടാണ്? 52.9 n² ആണ് Rn എന്ന് പറയുന്നത്. അപ്പം R1 ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ 52.9 × 1², ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 52.9. അതാണ് പറഞ്ഞത്. ദ റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഈസ് 52.9 പൈക്കോമീറ്റർ. As n increases, the value of R will increases. n കൂടുമ്പോൾ വാല്യൂ ഓഫ് R, അതായത് ഫസ്റ്റ് ഷെല്ലിനേക്കാളിൽ റേഡിയസ് കൂടുതലായിരിക്കും സെക്കൻഡ് ഷെല്ല്. അതായത് വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ്? ഓർബിറ്റിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ റേഡിയസ് എന്ത് ചെയ്യും? കൂടും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിനകത്തിൽ വരുന്നത്. ബോർ മോഡൽ ഓഫ് ആറ്റം, പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിനകത്തിൽ വരുന്നതാണ് ഇത്. അപ്പോൾ ഇതിലൊരു 2-3 പോസ്റ്റ്ലേറ്റ്സ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് കാണാതെ പഠിച്ചു വെച്ചേക്കണം. എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ.